Dear students, നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ തേർഡ് മോഡ്യൂളിൽ പ്രോസ്പെക്ടസും അതിൻ്റെ കണ്ടൻസുമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നമ്മളതിൻ്റെ ആ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രോസ്പെക്ടസും കണ്ടൻസും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി പ്രോസ്പെക്ടസ് ആയിട്ട് പരിഗണിക്കപ്പെടാവുന്ന മറ്റ് കുറേ ഡോക്യുമെൻറ്റുകളുണ്ട്. അപ്പോൾ അത് പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ ഓർ ഡീംഡ് പ്രോസ്പെക്ടസ്. Prospectus implication section 25 provides that certain documents are to be included within the term prospectus by implication of law. Companies Act section 25 പ്രകാരം ചില ഡോക്യുമെൻറ്റുകളെ പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ ആയിട്ട് നിയമം കണക്കാക്കുന്നു. When a company allots any shares or debentures with a view to all or any of these shares or debentures being offered for sale to the public, ഒരു കമ്പനി അതിൻ്റെ ഷെയർസോ ഡിബഞ്ചേഴ്സോ ഒക്കെ പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുമ്പോൾ, പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്കായിട്ട് ഓഫർ ചെയ്യുമ്പോൾ, എനി ഡോക്യുമെന്റ് ബൈ വിച്ച് ദി ഓഫർ ഫോർ സെയിൽ ടു ദി പബ്ലിക് ഈസ് മെയ്ഡ് ഈസ് ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. അപ്പം ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ്, ഷെയർസോ ഡിബഞ്ചേഴ്സോ പൊതുജനങ്ങൾക്ക് വിൽപ്പനയ്ക്കായിട്ട് ഓഫർ ചെയ്യുമ്പോൾ ആ ഓഫറുമായിട്ട് അക്കമ്പനി ചെയ്യുന്ന ഏതെങ്കിലും ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ ആ ഓഫറിനെ അക്കമ്പനി ചെയ്യുന്ന ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും ആ ഡോക്യുമെൻ്റ് എന്തായിട്ടാണ് ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് കണക്കാക്കും. ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. അപ്പം ആസ് പെർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ലോ സച്ച് എ ഡോക്യുമെൻ്റ് ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. എ കമ്പനി മേ സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിംഗ് ടു ദി പബ്ലിക് allotted shares or debentures to some intermediary. എല്ലായ്പ്പോഴും കമ്പനി പൊതുജനങ്ങൾക്ക് നേരിട്ട് ഷെയർസ് ഓഫർ ചെയ്യണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ട് ഓഫർ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ഇന്റർമീഡിയറിയെ ഈ ഷെയർസ് ഏൽപ്പിക്കുന്നു. The documents issued by these intermediaries to the public for sale of shares or debentures is known as prospectus by implication. അങ്ങനെ ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ് ഒരു ഇൻ്റർമീഡിയറിയെ വിൽപ്പനയ്ക്കായി ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഇൻ്റർമീഡിയറി പൊതുജനങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എന്താണ് പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ. അങ്ങനെ ഇൻ്റർമീഡിയറീസ് ഇങ്ങനെയുള്ള ഷെയർസ് പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുമ്പോൾ ആ ഇൻ്റർമീഡിയറി ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് എന്തായിട്ട് അറിയപ്പെടുന്നു? പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ. ഈ ഡീംഡ് പ്രോസ്പെക്ടസും പ്രോസ്പെക്ടസും ഇംപ്ലിക്കേഷനും ഒക്കെ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് എ ഡീംഡ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ. ദെൻ ഈ 2 കേസിലും ഡീംഡ് പ്രോസ്പെക്ടസ് ആണെങ്കിലും പ്രോസ്പെക്ടസ് ബൈ ഇംപ്ലിക്കേഷൻ ആണെങ്കിലും in the case of a deemed prospectus the liability of the company, its directors and promoters is same as in the case of a direct issue or prospectus. ഡീംഡ് പ്രോസ്പെക്ടസിൻ്റെ കാര്യത്തിൽ എന്താ? കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും എല്ലാം ലയബിലിറ്റി ഒരു കമ്പനി നേരിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് തുല്യമാണ്. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താലും ഡീംഡ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താലും കമ്പനിയുടെയും ഡയറക്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും ഒക്കെ ലയബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും സെയിം ആണ്. നമ്മൾ ആ ഡീംഡ് പ്രോസ്പെക്ടസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസും കൂടി അവിടെ ആഡ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് സെൽഫ് പ്രോസ്പെക്ടസ് ആൻഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം. ഇതെല്ലാം ഈ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെൽഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ സെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സെൽഫ് പ്രോസ്പെക്ടസ് എന്താ? ഇഷ്യൂഡ് ബൈ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ധനകാര്യ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളോട് അവരുടെ സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് സെൽഫ് പ്രോസ്പെക്ടസ്. അപ്പം സെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക്. ബാങ്കുകളോ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് സെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ 1 or more issues of securities or class of securities specified in that document. ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന 1 or അതിലധികമോ തരങ്ങളിൽപ്പെട്ട ടൈപ്പിൽപ്പെട്ട സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നു. Then explanation to section 31 defines self prospectus as a prospectus in respect of which the securities or class of securities include therein are issued for subscription in 1 or more issues
ഒന്നോ അതിലധികമോ ഇഷ്യൂസിന് ഈ ഷെൽഫ് പ്രോസ്പെക്ടസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓരോ ഇഷ്യൂവിനും സെപ്പറേറ്റ് ആയിട്ട് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ധനകാര്യ വർഷത്തിൽ ഒന്നിലധികം തവണ ഒരു ധനകാര്യ സ്ഥാപനമോ ഒരു ബാങ്കോ അതിൻ്റെ സെക്യൂരിറ്റീസ് പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ് എങ്കിൽ ആ സെക്യൂരിറ്റികൾ ഓഫർ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് അക്കമ്പനി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് എന്താണ്? അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. ആ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കും. സോ അതെന്താണ്? നമ്മൾ ആ ഒരു സെൻറ്റൻസ് ഒന്നുകൂടി നോക്കാം. എക്സ്പ്ലനേഷൻ ടു സെക്ഷൻ 31 define shelf prospectus as a prospectus in respect of which the securities or class of securities included therein are issued for subscription in one or more issues over a certain period without the issue of a further prospectus. ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പ്രോസ്പെക്ടസ് ഒന്നോ അതിലധികമോ ഇഷ്യൂ സെക്യൂരിറ്റി സമയത്ത് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. Then when the company goes for issue of shares within a period of validity of the shelf prospectus, അപ്പം ഷെൽഫ് പ്രോസ്പെക്ട്സിൻ്റെ വാലിഡിറ്റി പീരീഡിൽ ഒരു കമ്പനി വീണ്ടും ഒരു ഇഷ്യൂ ഓഫ് ഷെയർസിന് പോവുകയാണ് എങ്കിൽ ഇറ്റ് ഹാസ് ടു ഫയൽ ആൻ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വിത്ത് രജിസ്ട്രാർ. എന്താണ്? ഒരു കമ്പനി അതിൻ്റെ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ വാലിഡിറ്റി പീരീഡിൽ വീണ്ടും ഒരു ഇഷ്യൂവിന് പോവുകയാണ് എങ്കിൽ ഈ ഷെൽഫ് പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി ഒരു ഷെൽഫ് പ്രോസ്പെക്ടസ് അല്ല, ഇറ്റ് ഹാസ് ടു ഫയൽ എൻ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം വിത്ത് രജിസ്ട്രാർ. അപ്പം ഷെൽഫ് പ്രോസ്പെക്ട്സ് ഉപയോഗിച്ചാണ് ഒരു ഫർദർ ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അങ്ങനെ ഇഷ്യൂ നടത്തുന്ന കമ്പനികൾ ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടം രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്? രജിസ്ട്രാർ ഇൻഡിക്കേറ്റിംഗ് the changes that have occurred during the intervening period. The information memorandum shall contain all material facts relating new changes created. എന്താണ്? ഈ പ്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്റ്റിൽ വരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മാറ്റങ്ങളും ആ ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതിൻ്റെ പ്രീവിയസ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഷെൽഫ് പ്രോസ്പെക്ടസിൽ പുതിയൊരു ഇഷ്യൂ നടത്തിയപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് എല്ലാം ഒരു ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിൻ്റെ രൂപത്തിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിച്ചിരിക്കണം. ദി ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഷാൽ കണ്ടെയ്ൻ ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് റിലേറ്റിംഗ് ന്യൂ ചേഞ്ചസ് ക്രിയേറ്റഡ്, ചേഞ്ചസ് ഇൻ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി ആൻഡ് സച്ച് അതർ ചേഞ്ചസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇവിടെ നമുക്ക് എന്താണ്? ഷെൽഫ് പ്രോസ്പെക്ടസിനും ഇൻഫർമേഷൻ മെമ്മോറാണ്ടത്തിനും ഒക്കെ 3 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ നോട്ടിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോയുടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ നോട്ടിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും. നമ്മൾ ഈ ആൻസേഴ്സൊക്കെ എന്താ ഇപ്പം 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനാണ് എങ്കിൽ നമ്മുടെ ഈ കൊറോണയുടെ ആനുകൂല്യം പോയി കഴിഞ്ഞാൽ 3 മാർക്കിൻ്റെ ആയിരിക്കും നമ്മളെന്താ 2 മാർക്കിൻ്റെ 10 ആൻസർ ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പം ബ്രീഫായിട്ട് കൊടുത്താൽ മതി 2-3 സെൻറ്റൻസ്. സാധാരണഗതിയിൽ ഈ പോർഷനിൽ നിന്നൊക്കെ എന്താണ് ഇതുപോലെ 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അതുകൊണ്ട് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ സെൻറ്റൻസുകൾ ആ പോർഷൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദി ഷെൽഫ് പ്രോസ്പെക്ടസ് ടുഗദർ വിത്ത് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഷാൽ ബി ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ്. ഷെൽഫ് പ്രോസ്പെക്ടസും ഇൻഫർമേഷൻ മെമ്മോറാണ്ടവും ഇത് രണ്ടും കൂടി എന്താണ്? ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഡീംഡ് പ്രോസ്പെക്ടസും ഇൻഫർമേഷൻ മെമ്മോറാണ്ടവും കൂടി ഒന്നിച്ച് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ 2 ഡോക്യുമെൻറ്റുകളുടെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ഒരു പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. that is given in section 31 subsection 3. Next is red herring prospectus. When a public company goes for issue of shares, it has to issue a prospectus. ഒരു പബ്ലിക് കമ്പനി എപ്പോഴൊക്കെ ഒരു പബ്ലിക് ഇഷ്യൂമായിട്ട് പോകുന്നുണ്ടോ ആ അവസരങ്ങളെല്ലാം ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. The prospectus has to reveal details like the quantum of shares offered, the price of each share, etc. പ്രോസ്പെക്ടസ് നമ്മൾ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസ്പെക്ടസിൽ എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്, അതുപോലെ തന്നെ
വാല്യൂ ഫോർ ഈച്ച് ആൻഡ് എവറി സെക്യൂരിറ്റി. അപ്പോൾ ഓരോ സെക്യൂരിറ്റിയും വില എന്താണ്, ഓരോ ഷെയറിൻ്റെയും വില എന്താണ്, ടോട്ടൽ എത്ര രൂപയാണ് സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇങ്ങനെ വരുമ്പോഴെന്താ, ഇതിൽ കൂടിയ വിലയ്ക്ക് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമ്പനിക്ക് അതിനൊരു അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. Explanation to section 32 of the Companies Act defines red herring prospectus as a prospectus which does not include complete particulars of the quantum or price. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാറില്ല. ഇപ്പം എത്ര രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഓരോ ഷെയറിനും എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യില്ല. So does not include complete particulars of the quantum or price of the securities included therein. It is issued in order to explore the demand for the securities and the price at which securities may be bought by the public. ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്? പൊതുജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം കമ്പനി ഇതിൻ്റെ സെക്യൂരിറ്റികൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ടോട്ടൽ എത്ര രൂപ വില വരുന്ന സെക്യൂരിറ്റീസ്, ഒരു ഷെയറിന് എത്ര രൂപയ്ക്ക് വരെ വാങ്ങാൻ ആളുകൾ തയ്യാറാവും. ഇപ്പം ജനറൽ പബ്ലിക്കിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും മൂഡും അറിയുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിരിക്കില്ല. ഇപ്പം ക്വാണ്ടം ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ്, ദെൻ പ്രൈസ് പെർ ഷെയർ, ഇതൊന്നും ഉൾപ്പെടുത്തുകയില്ല. ഇവിടെ എന്താണ്, ഇവിടെ ഷെയർ വാങ്ങാൻ താല്പര്യമുള്ളവരായി അവർ ഓഫർ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവരൊരു മിനിമവും മാക്സിമവും ഒക്കെ ഉൾപ്പെടുത്താമെങ്കിലും ഒരു ഇഷ്യൂ പ്രൈസ് അവർ വെളിപ്പെടുത്തുന്നില്ല. സോ എ കമ്പനി പ്രപ്പോസിംഗ് ടു ഇഷ്യൂ എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അണ്ടർ സബ്സെക്ഷൻ ഷാൽ ഫയൽ ഇറ്റ് വിത്ത് the registrar at least 3 days prior to the opening of the subscription list and the offer. ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ ഏതെങ്കിലും കമ്പനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓഫർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് ഈ ഒരു ഡോക്യുമെൻ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഷാൽ കാരി ദി സെയിം ഓബ്ലിഗേഷൻസ് ആസ് ആർ ആപ്ലിക്കബിൾ ടു ദി പ്രോസ്പെക്ടസ്. ഇപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഒറിജിനൽ പ്രോസ്പെക്ടസ് കാരി ചെയ്യുന്ന എല്ലാ ഓബ്ലിഗേഷൻസും കമ്പനിയുടെ മേലുണ്ടായിരിക്കും. കമ്പനി ഒറിജിനൽ പ്രോസ്പെക്ടസ് അല്ല, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിലും കമ്പനിക്ക് ഒരു ഒറിജിനൽ പ്രോസ്പെക്ടസിൻ്റെ മേലുള്ള എല്ലാ ലയബിലിറ്റിയും ഓബ്ലിഗേഷൻസും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോഴും ഉണ്ടായിരിക്കും. A red herring prospectus shall carry the same obligations as are applicable to a prospectus, and any variation between the red herring prospectus and a prospectus shall be highlighted as variations in the prospectus. ഇപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിലും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് വേരിയേഷൻസ് ഇൻ ദി പ്രോസ്പെക്ടസ് ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കണം. നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസുമായിട്ട് ഓർത്തിരുന്നാൽ മതി. ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇതിനടുത്ത് എന്താ, അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്. അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് മീൻസ് എ മെമ്മോറാണ്ടം കണ്ടെയ്നിങ് സച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് എ പ്രോസ്പെക്ടസ്. അബ്രിഡ്ജ് ഫോം എന്താ, ഒരു ചുരുക്കത്തിൽ, പ്രോസ്പെക്ടസിന്റെ ഫുൾ ഫോം അല്ല, പ്രോസ്പെക്ടസിനെ എന്താണ് ഒരു ചുരുക്കത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഇഷ്യൂ ചെയ്യുന്നു. Abridged prospectus means a memorandum containing such salient features of a prospectus as may be specified by SEBI by making regulation in this behalf. Section 2, subsection 1. Such a memorandum which contains only the salient features of the original prospectus that are specified by SEBI is called an abridged prospectus. അപ്പം ഒരു അബ്രിഡ്ജ് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2 സെൻറ്റൻസുകൾ മാത്രം നോട്ട് ചെയ്ത് ആൻസർ കൊടുത്താൽ മതി. അബ്രിഡ്ജ് പ്രോസ്പെക്ടസിൻ്റെ അതെന്താ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയില്ല. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസേ കാണുകയുള്ളൂ. അപ്പോൾ ആ 2 സെൻറ്റൻസുകൾ നമ്മൾ ഓർമ്മയിൽ വെച്ച് എഴുതിയാൽ മതി. ദെൻ അടുത്ത് മിസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോസ്പെക്ടസ് ആൻഡ് ദെയർ കോൺസിക്വൻസസ്.
പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി അവതരിപ്പിച്ച് പൊതുജനങ്ങളെ കബളിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും? കോൺസിക്വൻസസ് എന്താണ്? ഡയറക്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും കമ്പനിയുടെ മേൽ സിവിലായിട്ടും ക്രിമിനലായിട്ടും ലയബിലിറ്റി ഉണ്ടാകാം, പണിഷ്മെൻ്റ് ഉണ്ടാവാം. Prospectus must make full and honest declaration of all material facts without concealing or omitting any relevant facts. Prospectus എന്താണ്? കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഫാക്ട്സും ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും വെളിപ്പെടുത്തിയിരിക്കണം. ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. Therefore, it is often said that a prospectus must tell the truth, the whole truth and nothing but truth. അതുകൊണ്ടാണ് പ്രോസ്പെക്ടസിനെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്നത് പ്രോസ്പെക്ടസ് മസ്റ്റ് ടെൽ ദി ട്രൂത്ത്. പ്രോസ്പെക്ടസ് സത്യം മാത്രമേ പറയാവൂ. എന്താ? പൂർണ്ണമായിട്ടും സത്യം പറയണം, മുഴുവൻ സത്യവും പറയണം. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട സത്യമേ പറയാവൂ, മുഴുവൻ സത്യവും വെളിപ്പെടുത്തണം, ആൻഡ് സത്യം മാത്രമേ പറയാവൂ. പ്രോസ്പെക്ടസിൽ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കുകയോ തെറ്റായിട്ട് അവതരിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ that will be considered a misstatement in the prospectus, which can lead to criminal liability and civil liability on the part of the company and its directors. So also it should not conceal any fact which ought to be disclosed. വെളിപ്പെടുത്തേണ്ടതായി എന്തെങ്കിലും ഫാക്ട് ഉണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ പാടില്ല. This is known as the golden rule for framing prospectus. ഈ രണ്ട് സെന്റൻസുകളാണ് പ്രോസ്പെക്ടസിന്റെ അകത്ത് എന്താ? ടെൽ ദി ട്രൂത്ത്, ഹോൾ ട്രൂത്ത് ആൻഡ് നത്തിങ് ബട്ട് ട്രൂത്ത്. Then it should not conceal any fact which ought to be disclosed. ഈ രണ്ട് കാര്യങ്ങൾ എന്തായിട്ട് അറിയപ്പെടുന്ന? ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ്. സോ വാട്ട് ഈസ് ദി ഗോൾഡൻ റൂൾ ഫോർ ഫ്രെയിമിംഗ് പ്രോസ്പെക്ടസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രണ്ട് സെന്റൻസുകൾ എഴുതുക. പ്രോസ്പെക്ടസ് സത്യം പറയണം, സത്യം മാത്രമേ പറയാമുള്ളൂ, സത്യം പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കണം, അതുപോലെ ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ പാടില്ല. So this is known as the golden rule for framing prospectus as laid down in ന്യൂ ബ്രൗൺസ്വിക് ആൻഡ് കമ്പനി. ഒരു കേസ് അവിടെ ഒരു കേസ് ഉണ്ട്. അപ്പം എന്താണ്? ന്യൂ ബ്രൗൺസ്വിക് ആൻഡ് മഗ്രിഡ്ജ് കേസ്. മഗ്രിഡ്ജ് ആണ്. അപ്പം ന്യൂ ബ്രൗൺസ്വിക് കമ്പനി വേഴ്സസ് മഗ്രിഡ്ജ്, ഈ ഒരു ഫേമസ് കേസിലാണ് പ്രോസ്പെക്ടസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ ആധികാരികതയും എല്ലാം നിയമം അംഗീകരിച്ചിരിക്കുന്നത്. So if there is a misstatement in prospectus, there may arise civil liability and criminal liability. രണ്ട് തരത്തിലുള്ള ലയബിലിറ്റി ഉണ്ടാകാം. സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ടാകാം. ഒന്ന്, സിവിൽ ലയബിലിറ്റി. A person who has been induced to purchase shares or debentures on the faith of misleading prospectus as remedies. എന്താ? പ്രോസ്പെക്ടസിലെ കാര്യങ്ങൾ വായിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടാണ് ഒരു പേഴ്സൺ, ഒരു വ്യക്തി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് രണ്ട് തരത്തിലുള്ള റെമഡിയാണുള്ളത്. ഒന്ന്, he can move against the company, then again he can move against the directors, promoters and the experts. അതിൽ ഒന്നാമത്തെ റെമഡി എന്ന റെമഡീസ് അഗൈൻസ്റ്റ് ദി കമ്പനി. ഒന്നാമത്തെ റെമഡിയിൽ പറഞ്ഞിരിക്കുന്നത് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇൻഡ്യൂസ്ഡ് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് മേ 1 rescind the contract to take the shares and claim damages. rescind the contract, ഷെയർ വാങ്ങാനുള്ള കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം, രണ്ടാമത് നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാം. സോ റെസിഷൻ ഓഫ് ദി കോൺട്രാക്ട്. ഇപ്പം വേറെ പേഴ്സൺ ഹാസ് പർച്ചേസ് ദി ഷെയർസ് ഓഫ് എ കമ്പനി ഓൺ ദി ഫെയ്ത്ത് ഓഫ് ദി പ്രോസ്പെക്ടസ് which contain an untrue or misleading statement, he can seek rescission of the contract. അപ്പം അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് എന്താ? ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയും കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്ട്. സെക്കൻഡ്ലി, പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. രണ്ടാമത്തെ റെമഡി എന്താ? രണ്ടാമത്തെ കേസ് വരുന്നത് എന്താണ്? പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. If a prospectus is issued in contravention of the provisions of section 26, സെക്ഷൻ 26ന്റെ പ്രൊവിഷൻസിന് വിരുദ്ധമായിട്ടാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ the company shall be punishable with a fine which shall not be less than 50,000 rupees but which may extend to 3 lakh rupees. ഇപ്പോൾ സെക്ഷൻ 26ന് വിരുദ്ധമായിട്ടാണ് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് ഫൈൻ അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകും. ഫൈൻ മേ ബി റേഞ്ചിങ് ഫ്രം 50,000 to 3 lakhs. ഇതൊരു സിവിൽ ലയബിലിറ്റിയിൽ വരുന്നതാണ്. And every person who is knowingly a party to issue of prospectus shall be punishable. കമ്പനി മാത്രമല്ല,
ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 3 years or with a fine shall not be less than 50,000 rupees but which may extend to 3 lakh rupees or with bond. കമ്പനി മാത്രമല്ല, കമ്പനിയുടെ ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും എക്സ്പേർട്ട് ആണെങ്കിലും അവർക്കെന്താണ് ഇംപ്രിസൺമെന്റും ഫൈനും അടയ്ക്കേണ്ടതായിട്ട് വരാം. Then damages for fraud. If the misstatement in a prospectus amounts to fraud, എന്താണൊരു വിൽഫുൾ ആയിട്ട് അറിഞ്ഞുകൊണ്ട് മറ്റാളുകളെ കബളിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ് എങ്കിൽ ദി പേഴ്സൺ അഗ്രീഡ് ഈസ് എൻടൈറ്റിൽഡ് ടു സ്യൂ ഫോർ കോമ്പൻസേഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം. ദിസ് റെമഡി ഈസ് അവൈലബിൾ ഓൺലി ഇഫ് ഹി ഹാസ് റെസിൻഡഡ് ദി കോൺട്രാക്ട് ഇൻ ടൈം. ഇപ്പം എന്തായി, ഡാമേജസ് ഫോർ ഫ്രോഡിന് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സമയത്ത് തന്നെ അയാൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറണം. കോൺട്രാക്റ്റിൽ നിലനിൽക്കുകയും കമ്പനിയുടെ ഷെയർ കൈവശം വയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡാമേജസിന് കേസ് കൊടുക്കാൻ പറ്റില്ല, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ദെൻ രണ്ടാമത്തേത് റെമഡീസ് അഗൈൻസ്റ്റ് ദി പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. ഇപ്പം നമ്മൾ ആദ്യത്തെ റെമഡി എന്താ പറഞ്ഞത്, സിവിൽ ലയബിലിറ്റി. റെമഡീസ് അഗൈൻസ്റ്റ് ദി കമ്പനി, കമ്പനിക്കെതിരെയാണെങ്കിൽ എന്താ, റെസിഷൻ ഓഫ് കോൺട്രാക്ട്, പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26, ഡാമേജ് ഫോർ ഫ്രോഡ്. ഇനി റെമഡീസ് അഗൈൻസ്റ്റ് ദി പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ്. പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും എക്സ്പേർട്സിനും ഒക്കെ എതിരെയായിട്ട് എന്താണ് റെമഡി? അത് എനി പേഴ്സൺ ഹു ഹാസ് പർച്ചേസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓൺ ദി ഫെയ്ത്ത് ഓഫ് ദി പ്രോസ്പെക്ടസ് containing the untrue statement may file a case against the company and also against every person. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും എതിരെ കേസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോട്ടേഴ്സിനും അതുപോലെ ഡയറക്ടേഴ്സിനും എതിരെ കേസ് കൊടുക്കാം. അവർക്കെല്ലാം എന്താണ്, അവർക്കെല്ലാം ഈ പറയുന്ന പണിഷ്മെന്റ് കിട്ടാം. അവർ ഫൈൻ അടയ്ക്കേണ്ടി വരാം, 50,000 to 3 lakhs rupees. അവർക്ക് ഇംപ്രിസൺമെന്റ് കിട്ടാം. അപ്പം കമ്പനിക്ക് മാത്രമല്ല, കമ്പനിയുടെ ഡയറക്ടേഴ്സിനും പ്രൊമോട്ടേഴ്സിനും എതിരെ കോമ്പൻസേഷന് വേണ്ടി നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു റെമഡി ആയിട്ട് പറയുന്നത് എന്താ, കോമ്പൻസേഷൻ അണ്ടർ സെക്ഷൻ 35. ഇത് ഡയറക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓൾ അതേഴ്സ് ഹു ഹാവ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ദി പ്രോസ്പെക്ടസ് ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് പേഴ്സൺസ് ഹു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓൺ ദി ഫെയ്ത്ത് ഓഫ് ദി ലോ സെറ്റിംഗ് ബൈ ദ റീസൺ ഓഫ് എനി അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ ഇറ്റ്. ഇവർക്ക് എന്താ, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകും. ഏതെങ്കിലും വ്യക്തികൾ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ്, പ്രൊമോട്ടേഴ്സ് ആൻഡ് ഓൾ അതേഴ്സ് ആർ ലയബിൾ ടു കോമ്പൻസേറ്റ് സച്ച് പേഴ്സൺസ്. Then it is immaterial whether the director sees the prospectus or not, and it is enough if he authorizes the issue. ഡയറക്ടേഴ്സ് ഇത് കണ്ട് വായിച്ച് പഠിച്ച് അത് ഇഷ്യൂ ചെയ്യണമെന്നില്ല. ഡയറക്ടേഴ്സിന്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ they can be held liable. Then ഡാമേജ് അണ്ടർ ജനറൽ ലോ. അപ്പോൾ ആദ്യത്തെ എന്താ, കോമ്പൻസേഷൻ്റെ സെക്ഷൻ 35 വരുന്നുണ്ട്. രണ്ടാമത് പൊതുനിയമം ജനറൽ ലോ പ്രകാരം, ജനറൽ ലോ apart from the provisions of the Companies Act discussed above, general law also can be used to claim compensation against the promoters, directors, etc. An allotee may invoke the tort law, civil wrong, tort law to claim compensation on proof of fraud by the promoters. Promoters എന്താ, നമുക്കെന്താ ഒരു ടോർട്ട് കേസ് ആയിട്ട് ഇത് കണക്കാക്കുകയും പ്രൊമോട്ടേഴ്സിനെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുകയും ചെയ്യാം. ഇപ്പം സെക്ഷൻ 35 പ്രകാരവും ജനറൽ ലോ പ്രകാരവും പ്രൊമോട്ടേഴ്സിനോ ഡയറക്ടേഴ്സിനോ എതിരെ, എക്സ്പേർട്സിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും അവരിൽ നിന്നും കോമ്പൻസേഷൻ ഈടാക്കുകയും ചെയ്യാം. ദെൻ രണ്ടാമത്തെ എന്താണ്, ക്രിമിനൽ ലയബിലിറ്റി. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫോർ ദി മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് വാട്ട് ആർ ദി സിവിൽ ലയബിലിറ്റീസ്. ക്രിമിനൽ ലയബിലിറ്റിയിൽ ഒന്ന്, പണിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് സെക്ഷൻ 26. ഈ സെക്ഷൻ 26 എന്താണ്, ഫ്രോഡുമായിട്ട് ഡീൽ ചെയ്യുന്ന, ഫ്രോഡാണ്, കബളിപ്പിക്കലാണ്. ഇഫ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 26 along with fine on the company, every person who is knowingly a party to the issue such prospectus shall be punishable with imprisonment for a time which may extend to 3 years or with fine which shall not be less than 50,000 rupees but which may extend to 3 lakh rupees. ഇപ്പം സെക്ഷൻ 26ന്റെ പ്രൊവിഷൻസ് അത് ഫോളോ ചെയ്യുന്നതിൽ ഡയറക്ടേഴ്സോ പ്രൊമോട്ടേഴ്സോ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും
അവർക്കെന്താണ്? അവർക്ക് ഇംപ്രിസൺമെന്റ് കിട്ടാം, 6 മാസം മുതൽ 3 വർഷം വരെയുള്ള ജയിൽ ശിക്ഷ കിട്ടാം. അതുപോലെ തന്നെ ഒരു ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. 50,000 മുതൽ 3 ലക്ഷം വരെ ഫൈനും അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർക്ക് രണ്ടുമുണ്ട്, ഫൈനും കൊടുക്കണം, ജയിൽ ശിക്ഷയും അനുഭവിക്കണം. സോ if the directors fail to follow or comply with section 26, അത് കബളിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകും. ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ എന്താണ്? അവിടെ ഇംപ്രിസൺമെന്റിന് വിധേയരാകേണ്ടി വരും, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. Then criminal liability for misstatement in prospectus, where a prospectus issued, circulated or distributed includes any statement which is untrue or misleading in the form of context in which it is included, or any inclusion or omission or any matter is likely to mislead every person who authorizes the issue of such prospectus shall be liable. ഇപ്പം എന്താണ്? ഒരു അൺട്രൂ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ഒരു തെറ്റായ ഒരു കാര്യം പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തി ആരെയെങ്കിലും മിസ്ലീഡ് ചെയ്യുകയും കബളിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും they shall be liable under section 447. അങ്ങനെയുള്ള ഒരു പ്രോസ്പെക്ടസിന്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്ത എല്ലാ ആളുകളും സെക്ഷൻ 444 പ്രകാരം ലയബിൾ ആയിരിക്കും. 447 ആണ് സെക്ഷൻ 447. The accused person, however, may not be liable if he proves. ഇനി ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്ടേഴ്സിനോ പ്രൊമോട്ടേഴ്സിനോ എക്സ്പേർട്സിനോ ഒക്കെ ആ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാം. ഇഫ് ഹി പ്രൂവ്സ്, അയാൾക്ക് തെളിയിക്കാൻ സാധിക്കണം, നമ്പർ 1, ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് വാസ് ഇമ്മെറ്റീരിയൽ. പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? വളരെ അപ്രധാനമാണ്, പ്രധാനപ്പെട്ടതല്ല, മെറ്റീരിയൽ അല്ല. Or that he had reasonable ground to believe and did believe up to the time of the issue of prospectus that the statement was true. ഇനി അല്ലെങ്കിൽ എന്താണ്? പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നിടം വരെ ആ സ്റ്റേറ്റ്മെന്റ് സത്യമാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത് തെളിയിക്കാൻ സാധിക്കണം. അപ്പം ആ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെന്ന് യാതൊരു അറിവുമില്ലാതെ, അങ്ങനെ സംശയിക്കാൻ പോലുമുള്ള കാരണമില്ല, ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം അത് സത്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അതിൻ്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്തിരിക്കുന്നത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 447 പ്രകാരമുള്ള ലയബിലിറ്റി നിന്ന് രക്ഷപ്പെടാം. ദി ഇൻക്ലൂഷൻ ഓർ ഒമിഷൻ വാസ് നെസസറി. അല്ലെങ്കിൽ എന്താ? ഈ ഒരു ഫാക്റ്റിന്റെ ഇൻക്ലൂഷനോ ഒമിഷനോ ആ ഒരു സാഹചര്യത്തിൽ ആവശ്യമാണ് എന്ന് തെളിയിക്കാൻ സാധിക്കണം. ദാറ്റ് ഈസ് സെക്ഷൻ 34. ഇത് സെക്ഷൻ 447 is a provision dealing with punishment for fraud. കബളിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 447. അപ്പോൾ ഈ കബളിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ? അവിടെ അക്യൂസ് ക്യാൻ ഗെറ്റ് എ പണിഷ്മെന്റ് ഓഫ് ഫൈൻ ആൻഡ് ഇംപ്രിസൺമെന്റ്. ഇപ്പം ഗെറ്റ് എ പണിഷ്മെന്റ് ആണ് ഇംപ്രിസൺമെന്റ് റേഞ്ചിങ് ഫ്രം 6 months to 3 years. ആൻഡ് പണിഷ്മെന്റിന്റെ പറഞ്ഞിരിക്കുന്നത് എന്താ നമുക്കൊന്ന് നോക്കാം. So the punishment provided is imprisonment for a term which shall not be less than 6 months but which may extend to 10 years. ഈ സെക്ഷൻ 447 വരുമ്പോഴേക്കും എന്താ? ഇംപ്രിസൺമെന്റിന്റെ പീരീഡ് കൂടി 6 മാസം തൊട്ട് 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാം. ഇത് സെക്ഷൻ 447 പ്രകാരമാണ് ഒരു കേസ് വരുന്നതെങ്കിൽ then and shall also be liable to fine which shall not be less than the amount involved in the fraud. ആ ഫ്രോഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന എമൗണ്ട് അത് എത്രയാണോ, but which may extend to 3 times the amount involved in the fraud. അപ്പം ഏറ്റവും ചുരുങ്ങിയത് ആ ഫ്രോഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന മിനിമം എമൗണ്ട്, ഇത് കൂടുതലാണെങ്കിൽ എന്താണ്? അതിൻ്റെ 3 മടങ്ങ് വരെ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരാം സെക്ഷൻ 447 പ്രകാരമാണ് എങ്കിൽ. Then where the fraud in question involved public interest, the term of imprisonment shall not be less than 3 years. പൊതുജന താല്പര്യത്തിന് വിരുദ്ധമായിട്ടൊരു കേസാണെങ്കിൽ 3 കൊല്ലത്തിൽ കുറയാത്ത ഒരു കാലാവധിയിലേക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദെൻ അടുത്തത് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസ്, ഇൻസ്റ്റഡ് ഓഫ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ല്യൂ ഓഫ് പ്രോസ്പെക്ടസ്. 3 മാർക്കിന് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് 1956 ആക്ട്, where the public company did not invite public to subscribe for shares but arranged to get money from private sources, it was not required to issue a prospectus to the public. In such a case, the promoters were required to prepare a draft prospectus known as statement in lieu of prospectus. ഇത് 1956 ആക്ട് പ്രകാരമാണ്
സ്റ്റേറ്റ്മെൻറ്റ് ലിയോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ കമ്പനികൾക്ക് അധികാരമുണ്ടായിരുന്നത്. അപ്പം പൊതുജനങ്ങൾക്കല്ല, ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനാണ് കമ്പനി പോകുന്നതെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലിയോ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്താൽ മതി. ഈ ഒരു പ്രൊവിഷൻ 2013 ആക്ടിൽ അബോളിഷ് ചെയ്യപ്പെട്ടു. അപ്പം 2013 ആക്ട് പ്രകാരം പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണെങ്കിൽ എന്താണ്, അണ്ടർ ദി ന്യൂ ആക്ട് ഇൻ സച്ച് സിറ്റുവേഷൻസ് ദി പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഷാൽ ബി ആപ്ലിക്കബിൾ. അപ്പം കമ്പനി പൊതുജനങ്ങൾക്കല്ല, ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനോ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ആണ് ഷെയർസ് ഓഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് ആയിരിക്കും ബാധകമായിരിക്കുന്നത്. അപ്പം ഇതുവരെ നമുക്കെന്താണ് ഇതിൻ്റെ ഒരു പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ അറ്റൻഡിങ് ദിസ് വീഡിയോ.